നമുക്കൊന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. പിന്നെ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പീസ് നമ്മളിപ്പോൾ ഞാൻ ഇതിനു മുന്നേ നമ്മുടെ സമൂസ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ മസാല ദോശ ചെയ്യുകയാണെങ്കിലും കട്ട്ലറ്റ് ചെയ്യുകയാണെങ്കിലും ഉരുളക്കിഴങ്ങ് കൊണ്ട് കറികളല്ലാതെയുള്ള സ്നാക്സ് ഏത് റെസിപ്പികൾ ചെയ്യുകയാണെങ്കിലും ഉരുളക്കിഴങ്ങ് 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ട്. ആ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ അതിനൊരു എന്താ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല, അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലും വ്യത്യാസമുണ്ട്, ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ വരും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഈ സ്നാക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിന് മുളക് പൊടി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സ്. നമ്മൾ ആ ഒരു ചെയ്യാൻ എളുപ്പമുള്ള രീതി നമ്മൾ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. കിച്ചൂസ് ഇവിടെ നിന്നിട്ട് വെറുതെ ഇരുന്ന് എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചൂസ് ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ കിച്ചൂസിന് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് കഴിച്ചിട്ടുള്ള നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു തരും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ റവ ചേർക്കണം എന്നുണ്ടെങ്കിൽ റവ ചേർക്കാം, കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടും. അതും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് റവയോ അരിപ്പൊടിയോ കോൺഫ്ലവറോ ഏതാണെന്ന് വെച്ചാൽ വ്യത്യാസം വരുത്തി ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ കട്ട്ലറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ മുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, മല്ലിയില. ഈ സവോളയുടെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർക്കാൻ പോകുന്നത്. 2 പച്ചമുളക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എരിവ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും പച്ചമുളക് ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സവോള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, അതുപോലെ പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ മിക്സിങ് തുടങ്ങുന്നത്. ആദ്യം സവോളയും പച്ചമുളകും ചോപ്പ് ചെയ്തെടുക്കട്ടെ. അതുപോലെ മല്ലിയില കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം തുടച്ചെടുക്കുക. ഇല്ലെങ്കിൽ മല്ലിയിലയുടെ നനവുകൊണ്ട് നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ സവോള മുറിച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് അതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ സാധാരണ കൈ കൊണ്ട് ഉടക്കില്ലേ, അതുപോലെ ഒന്ന് ഉടയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉടഞ്ഞാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും അത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, ഒരു സവോളയുടെ പകുതി, ഞാൻ നേരത്തെ എടുത്തിരുന്ന സവോള കാണിച്ചു തന്നില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം ജീരകം പൊടിച്ചത്. ഫൈനായിട്ട് പൊടിച്ചെടുത്തതല്ല, നല്ല ജീരകം, പെരിഞ്ജീരകമല്ല. അപ്പോൾ ജീരകപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കട്ട്ലറ്റിന് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്ക് ജീരകപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാട്ട് മസാല ഉണ്ടല്ലോ, ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചാട്ട് മസാല ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗരം മസാലയുടെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വ്യത്യാസം വരുത്താം. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ റവ ചേർക്കാം. അപ്പോൾ റവ ചേർത്തിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോഴേ ആ റവ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ റവ ചേർത്തതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കറക്റ്റായിട്ട്. റവ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ
പൊട്ടറ്റോയിലുള്ള ആ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മുടെ കോൺഫ്ലോർ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. കോൺഫ്ലോറും ബ്രെഡും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സവോള നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവോളയുടെ ആ ഒരു നനവുള്ളതുകൊണ്ട് തന്നെ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കഴിയുമ്പോൾ കൂടി വരും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഉപ്പും സവോളയും ചേർന്ന് വരുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടി വരും. നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന ടെക്സ്ചർ ആയിരിക്കില്ല നമ്മൾ പരത്തി എടുക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടാതെ വരുന്ന പാകത്തിലേക്ക് ആക്കി മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ അളവുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ കയ്യിൽ ഒട്ടാതെ ഇരിക്കും ബ്രെഡ് ക്രംസിൻ്റെ അളവ് കറക്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടില്ല, എൻ്റെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ട്. കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഇതാകുമ്പോൾ നമുക്ക് ഏറ്റവും ഈസിയാണ്. പൊട്ടറ്റോ മാത്രം മതി. പൊട്ടറ്റോയും സവാളയും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈസി റെസിപ്പി പ്ലാൻ ചെയ്തത്. ഇപ്പോൾ കണ്ട കയ്യിലൊട്ടുന്നത് കുറഞ്ഞു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ധാരാളമായിട്ട് മല്ലിയില ചേർക്കാം. 4-5 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മൾ മല്ലിയിലയും ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഉരുട്ടി ഒട്ടാതെ എടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. അപ്പോൾ നമ്മളിനി കൈ കഴുകിയതിന് ശേഷം നമുക്ക് പരത്തി തുടങ്ങാം. അപ്പോൾ ഞാനിതാ കൈയൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ വലിപ്പത്തിലുള്ള ബോൾസ് റെഡിയാക്കി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പം കൂടി ഉണ്ടെങ്കിൽ ഇൻസൈഡ് കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ കട്ട്ലറ്റിൻ്റെ പോലെ മസാലയൊന്നും കുക്ക് ചെയ്തിട്ടൊന്നല്ലല്ലോ എടുത്തിരിക്കുന്നത്. എല്ലാം ഉരുളക്കിഴങ്ങ് കുക്കായതാണ് എങ്കിലും നമ്മളിങ്ങനെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തല്ലേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ക്രംസ് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എണ്ണ തടവിയില്ലെങ്കിലും കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ വിട്ടു പോകുന്നോളും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട്ലറ്റ് റെഡിയാക്കുന്നത്. ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ റവയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. അരമണിക്കൂർ ഈ പൊട്ടറ്റോ മിക്സ് വെച്ചതിന് ശേഷം മാത്രം ഈ ഷേപ്പിലാക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും അരിപ്പൊടി ചേർത്താലും നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ വലിപ്പത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എടുക്കുക. വലുതായിട്ട് എടുത്താലും മാത്രമേ നമുക്ക് ഇൻസൈഡ് കുക്കായി കിട്ടാൻ സമയം എടുക്കുകയുള്ളൂ. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടറ്റോ കട്ട്ലറ്റ്സ് എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 വലിപ്പത്തിൽ പരത്തിയിട്ടോ. ഒരു 5 എണ്ണം വലുതായിട്ട് വരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ചെറുതായിട്ട് വരത്തിയെടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ടിരിക്കുമ്പോൾ കാണാനും നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം കയ്യിലെടുത്തിട്ടാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഴിക്കാമല്ലോ. ആ രീതിയിലാണ് ഞാൻ 2 രീതിയിലാക്കിയത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള റെസിപ്പീസ് കുറച്ചുകൂടി നല്ലത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ പൊട്ടറ്റോ കട്ട്ലറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡ്സ് കവർ ചെയ്യാനായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്, പൊട്ടിപ്പോവും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം അടുത്ത സൈഡിലേക്ക് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ കട്ട്ലറ്റ്സ് എണ്ണയിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ തിരിച്ചിടാം. കണ്ടോ, ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കളർ മാറേണ്ട. ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തിരിച്ചിടാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചിടാനായിട്ട് ഒരു ഫോർക്കായിരിക്കും കേട്ടോ എപ്പോഴും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക്
സ്പാറ്റിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് എളുപ്പം തോന്നുന്നതെങ്കിൽ അത് ചെയ്യുക. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചിടാനാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. പിന്നെ നമ്മുടെ ഇഫ്താർ റെസിപ്പീസിൽ ഉൾപ്പെടുത്താം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വൈകുന്നേരം മഴയൊക്കെ കണ്ട് ചൂടോടുകൂടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കട്ട്ലറ്റുകൾ ചെയ്യുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുമില്ല. മറ്റുള്ളതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുക, അങ്ങനെ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് 2 സൈഡും ഒരുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ കളറ്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റുകളെല്ലാം വേഗം റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ, അരമണിക്കൂർ സമയം തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ കൂടുതൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നൊരു വെജിറ്റബിൾ ആണ് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുട്ടികൾക്ക് പൊതുവെ ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടറ്റോ ചിപ്സ് എല്ലാം വളരെ ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്തിട്ടുള്ള രീതി കാണിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്ത് ഉടച്ച് ചേർക്കാം, ഗ്രീൻ പീസ് കുക്ക് ചെയ്തിട്ട് ചേർക്കാം. അതൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ എന്തായാലും എല്ലാവരും ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.